കോൺഗ്രസിനും ഈ രക്തത്തിൽ പങ്കുണ്ട്. അത്ര പെട്ടെന്നൊന്നും രക്തക്കറ കഴുകിക്കളയാൻ കോൺഗ്രസിന് കഴിയില്ല. പറഞ്ഞു വരുന്നത് അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് തന്നെയാണ്. അരവിന്ദ് കെജ്രിവാൾ ദില്ലിയുടെ മുഖ്യമന്ത്രിയായിരുന്നു, ആം ആദ്മി പാർട്ടി നേതാവായിരുന്നു. അദ്ദേഹത്തെ മദ്യനയ കേസിൽ കുടുക്കി 7 മാസം ജയിലടച്ചു. മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. അടുത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി ദില്ലിയിൽ പരാജയപ്പെട്ടു. BJP അധികാരത്തിൽ വന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ കളി മുഴുവൻ കളിച്ചത് BJP എന്ന് എല്ലാവർക്കും അറിയാം. കെജ്രിവാളിൻ്റെ ഏറ്റവും അടുത്ത അനുയായി മനീഷ് സിസോദിയ ജയിലിൽ കിടന്നത് 2 വർഷവും 2 മാസവും. കളിച്ചതെല്ലാം BJP ആണ്. കേന്ദ്ര അന്വേഷണ ഏജൻസിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ കളി കളിച്ചത്. അതിന് ഗുണം അവർക്ക് ലഭിച്ചു. ദില്ലി ഭരണം പിടിക്കാൻ BJPക്ക് കഴിഞ്ഞു. ഇപ്പോഴിതാ കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും കുറ്റക്കാരല്ല എന്ന് കണ്ട് കോടതി വെറുതെ വിട്ടു, കുറ്റവിമുക്തരായി പ്രഖ്യാപിച്ചു. ആർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം? BJPക്ക് ഉണ്ട്, സംശയമില്ല. പക്ഷേ കോൺഗ്രസിനുമുണ്ട്. BJPക്കെതിരെ ഇന്ത്യയിൽ വളർന്നു വന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി ദില്ലിയിൽ നിന്ന് പഞ്ചാബിലേക്ക്, പഞ്ചാബിൽ നിന്ന് ഗുജറാത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയായി ആം ആദ്മി പാർട്ടി, എത്രയും വേഗം വളരുന്ന പാർട്ടിയായി ആം ആദ്മി പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഗുജറാത്താണ് BJPയുടെ തട്ടകമാണ്. BJP കളിക്കും. ആ കളിക്ക് എന്തിന് കോൺഗ്രസ് കൂട്ടുനിന്നു? കോൺഗ്രസ് ആണ് ആദ്യം മദ്യനയ കേസിൽ പരാതി നൽകുന്നത് ദില്ലി DGPക്ക് 2022 ജൂൺ മാസത്തിൽ. അന്ന് കോൺഗ്രസ് നേതാക്കൾ പവൻ ഖേര ഉൾപ്പെടെയുള്ള, അജയ് മാക്കൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ മുൻനിരയിൽ നിന്ന് കെജ്രിവാളിനെതിരെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളോട് അതിനുവേണ്ടി സമരം നടത്തി ദില്ലിയിൽ. അങ്ങനെയാണ് കേസ് അന്വേഷണം CBI ഏറ്റെടുക്കുന്നത്, BJP കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടി. മനീഷ് സിസോദിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. മനീഷ് സിസോദിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ ആഹ്ലാദം പ്രകടിപ്പിച്ചവരാണ് കോൺഗ്രസ് നേതാക്കൾ. അപ്പോഴും വാർത്താ സമ്മേളനം വിളിച്ച് അഴിമതിയുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു കോൺഗ്രസ് നേതാക്കൾ. പക്ഷേ കളിച്ച് ജയിച്ചത് BJP ആണ് എന്ന് മാത്രം. ഇപ്പോൾ തോറ്റത് BJPയും കോൺഗ്രസും തോറ്റു, BJPയും തോറ്റു. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ലിക്കർ സ്കാമിൻ്റെ ആർക്കിടെക്റ്റാണ് അരവിന്ദ് കെജ്രിവാൾ എന്നാണ്. NDTVയിൽ വാർത്ത വന്നു. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ സ്ക്രീൻഷോട്ട് പ്രേക്ഷകർക്ക് കാണാം. അത്രമാത്രം അരവിന്ദ് കെജ്രിവാളിന് എതിരെ നീക്കങ്ങൾ നടത്തിയ കോൺഗ്രസ് ഇപ്പോൾ മിണ്ടുന്നില്ല. കുറ്റവിമുക്തരാക്കിയതിനെ കുറിച്ച് ഒരക്ഷരം പറയുന്നില്ല. കോൺഗ്രസ് BJPക്ക് ദില്ലിയിൽ വഴിയൊരുക്കി കൊടുത്തു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. പകരം BJP തെലങ്കാനയിൽ കോൺഗ്രസിന് അധികാരത്തിലേറ്റാൻ കഴിഞ്ഞു. മുൻ ABVP നേതാവ് കോൺഗ്രസ് നേതാവായി വന്ന് തെലങ്കാനയുടെ മുഖ്യമന്ത്രിയുമായി രേവന്ത് റെഡ്ഡി മുൻ ABVP നേതാവാണ്. ഈ കളികൾ ദേശീയ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. BJPക്കെതിരെയും കോൺഗ്രസിനെതിരെയും പുതിയ രാഷ്ട്രീയ പാർട്ടി ശക്തമായി ഉയർന്നു വന്നാൽ അതിനെ തകർക്കും. രണ്ടുപേരും ഒന്നിച്ചു ചേർന്നു. BJPയെ അധികാരത്തിലിരുത്തുക, ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നു കൊള്ളാം, ഇതാണ് കോൺഗ്രസിന്റെ നിലപാട് എന്ന് വേണം കരുതാൻ. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ഇനി ഒരു തിരിച്ചുവരവ് നടത്തും ഇന്ത്യയിൽ. അന്ന് മുതൽ അരവിന്ദ് കെജ്രിവാളിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുന്ന ഒരേയൊരു രാഷ്ട്രീയ പാർട്ടി സഖ്യം ഇന്ത്യയിലുണ്ടെങ്കിൽ അത് ഇടതുപക്ഷം മാത്രമാണ്. ഇടതുപക്ഷ പാർട്ടികൾ മാത്രമാണ് അരവിന്ദ് കെജ്രിവാളിന് പിന്നിൽ അണിനിരുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസിയെ കൊണ്ട് ദില്ലി മുഖ്യമന്ത്രിയെ വേട്ടയാടുകയാണ് എന്ന് പറഞ്ഞത് CPIM നേതാക്കൾ മാത്രമാണ്. അന്ന് കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. ദില്ലിയിൽ മാത്രമല്ല, കേരളത്തിലും അവർ ചോദിച്ചു. BJPക്ക് എതിരെ പ്രവർത്തിക്കുന്ന എല്ലാ മുഖ്യമന്ത്രിമാർക്കെതിരെയും കേസുണ്ട്, എല്ലാ മുഖ്യമന്ത്രിമാരെയും ജയിലടക്കുകയാണ്, പിണറായി വിജയനെ മാത്രം രക്ഷപ്പെടുത്തുന്നു. ഇതായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ വാദം. ഏറെക്കാലം മൂടിവെക്കാൻ കഴിയില്ല എന്നതിൻ്റെ ഉദാഹരണം. പക്ഷേ കോൺഗ്രസ് മറുപടി പറയണം. അരവിന്ദ് കെജ്രിവാളിനെ BJPക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോയ അരവിന്ദ് കെജ്രിവാളിനെ എന്തിന് ഒറ്റുകൊടുത്തു എന്നതിന്.